ഒരു കൊലപാതകം ചെയ്തിട്ട് മിടുക്കനായി നടക്കാമെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ, അത് തന്നെയാണ്. നിരപരാധിയെ കൊലയാളിയാക്കി സുഖമായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ജീവിക്കും, തീർച്ചയായും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് തെറ്റിയിട്ടില്ല. അത് നിങ്ങളുടെ മനക്കോട്ടയാണ്. ഒരിക്കലുമല്ല. ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും. നീ വിചാരിക്കില്ല. നിന്റെ കുഞ്ഞ് എന്റെ പക്കലുള്ളിടത്തോളം കാലം നിനക്കത് ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്തിനെന്നെ ശിക്ഷിക്കുന്നു? നിങ്ങൾ എന്റെ മകളെ കൈക്കലാക്കി നിരപരാധിയായി വിനുവിനെ കൊലപാതകയാക്കി പാവപ്പെട്ട എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു. നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത് ശരിയാണ്. നിന്റെ പഴയ കാമുകനെ കൊലപാതകയാക്കിയതും ശരിയാണ്. പക്ഷെ നിന്റെ ഭർത്താവ് നിരപരാധിയോ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ആ ദ്രോഹി നിരപരാധിയോ? നിനക്കറിയാമോ അവൻ ആരായിരുന്നുവെന്ന്? നിനക്കറിയാമോ അവൻ എന്താണ് ചെയ്തതെന്ന്? നിനക്കറിയാമോ എന്റെ മകൾ എങ്ങനെയാ മരിച്ചതെന്ന്? എന്റെ മകളെ കൊന്നതാരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഭർത്താവ് ചമഞ്ഞ ആ ദ്രോഹി. എന്റെ സ്വപ്നങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സ്വർഗരാജ്യമായിരുന്ന എന്റെ മകളെ കേവലം ഒരു ഉദയോർമ്മ പിച്ചു ചീന്തിയാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയോ? നോ, നെവർ. എന്റെ മകൾ, മൈ ഓൺലി ഡോട്ടർ. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല മോനെ. എന്റെ എല്ലാ സങ്കല്പങ്ങളും നിന്നെക്കുറിച്ച് മാത്രമാണ്. നീ എങ്ങനെ ജീവിക്കണം, നിന്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, നീയാണ്. ഡാഡി എന്ന നിലയ്ക്ക് തന്റെ മകളെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ നിലയ്ക്ക് നീ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ ചീത്തയാണെന്ന് ഞാൻ പറയില്ല. അവൻ നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവനാണ് എന്നതിലും എനിക്ക് പരാതിയില്ല. പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ടവനായിരുന്നെങ്കിൽ കൂടി ഞാൻ കണ്ണടയ്ക്കുമായിരുന്നു. ഇത് നിവൃത്തിയില്ല മോളെ. ഡാഡി, ഞാനും സുരേഷുമായി വളരെയധികം അടുത്തുപോയി. സോറി മോളെ, നിനക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഡാഡി, നോ നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻസ്. ഓക്കേ? എന്തു വന്നാലും ഡാഡി സമ്മതിക്കില്ലെന്ന് പറഞ്ഞു സുരേഷ്. സിന്ധു കരയണ്ട, ഡാഡിയോട് ഞാനും സംസാരിക്കാം. വേണ്ട സുരേഷ്, എനിക്ക് പേടിയാവുന്നു. ഏയ്, എന്താ മോളെ ഇത്? എന്തെങ്കിലും പ്രശ്നമുണ്ടേ അങ്കിളിനോട് ആദ്യം പറയണ്ടേ? ഡാഡിയുടെ സ്വഭാവം മോക്ക് അറിഞ്ഞൂടെ? വരൂ, അങ്കിൾ എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. വാടോ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഹാ, വാടോ.
ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ച് ആ ദ്രോഹി എന്റെ അടുത്ത് വന്നപ്പോ അടികൊണ്ട് തകർന്ന അവന്റെ കാല് ഈ കൈകൊണ്ടാ ഞാൻ തുന്നിക്കെട്ടി ഉറപ്പിച്ചത്. അന്ന് ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കാലല്ല തല ഞാൻ വെട്ടിയെടുത്തേനെ. ഞാൻ അറിഞ്ഞില്ല ശ്രീദേവി, അറിഞ്ഞില്ല. ജീവച്ചവം പോലെ ഞാൻ ചട്ടുകൊല്ലം ജീവിച്ചു. ആ സമയത്താണ് ലീലാമ്മ സ്ഥലം മാറി എന്റെ ഹോസ്പിറ്റൽ വന്നത്. ലീലാമ്മയുടെ മകൾ രമ നേരിൽ കണ്ട വിവരം ലീലാമ്മ എന്നോട് രഹസ്യമായി പറഞ്ഞു. അപ്പോഴാണ് ശ്രീദേവിയുടെ മകൾ ലീലാമ്മയുടെ കയ്യിൽ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞത്. എന്നെങ്കിലും ഞാൻ അവനെ വെട്ടി നുറുക്കുമ്പോൾ അവന്റെ ചുമട് താങ്ങി നീ മാത്രമായിരിക്കും സാക്ഷിയെന്ന് ഞാൻ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത്. മാനേജർ കൂടെ അവൻ തനി എസ്റ്റേറ്റിൽ പോയിരുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അംഗഹീനനായ അവന് മാനേജറുടെ കാമകളികൾ കണ്ട് രസിക്കാൻ. നീയും മാനേജറുടെ പിടിയിൽ അകപ്പെടേണ്ടതായിരുന്നു. എന്തോ നീ രക്ഷപ്പെട്ടു. എന്റെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ ശ്രീദേവി. എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ ജഗദീഷിനെ ഞാൻ വലിച്ചു കീറും, ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. വിനോദിനോട് പറയൂ. എടാ ദ്രോഹി, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും? നിനക്കെന്നെ സ്പർശിക്കാൻ പോലും കഴിയില്ല. നോ, ഗോ ബാക്ക്, ഗോ ബാക്ക്. എനിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ നീ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. എക്സ്പ്ലനേഷൻസ് എല്ലാം അത് കഴിഞ്ഞു വന്നതിന് ശേഷം. ബോയ്സ്, ടേക്ക് ഹിം. സ്റ്റേഷനിൽ പോയിരുന്നാണ്. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഡോക്ടർ നിരപരാധിയാണ്. മോളെവിടെ? മോക്ക് ഒരു ആപത്തും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചല്ലേ? അതെ. വിനു എന്തിനാ ജയിൽ ചാടിയത്? ഞാൻ ചാടിയതല്ല, അവരെന്നെ ചാടിച്ചതാ. ഡോക്ടറുടെ മേൽ പോലീസിന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഡോക്ടറോട് പോയി? ഡോക്ടർ ജഗദീഷ് അന്വേഷിച്ച് പോയിരിക്കുക.
ഒരു നിമിഷം കൂടി എനിക്ക് തരണം. മോളെ, മോളെ, ഇതാണ് ഞാൻ മോളോട് പറയാറുള്ള ഡാഡി. നിങ്ങളുടെ അനുവാദം വാങ്ങാതെ മരിച്ചുപോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മോളെ സിന്ധുപോളെന്നാ വിളിക്കുന്നത്. ആ പേര് നിങ്ങൾ മാറ്റരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. താങ്ക്സ്. മോളെ, മോള് ചെല്ല്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, ക്ഷമ ചോദിക്കുന്നു. ഇനി ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? വരട്ടെ. Daddy.